സംശയമില്ല. പക്ഷെ പോറ്റി തിരികെ എത്തിച്ചത് 394 ഗ്രാം. പിന്നെ അത് കഴിഞ്ഞ ദിവസം കൂടെ പൂശിയതും കൂടെ ആകെ കൂടെയാണ് 405, 406, 407 അത്രയും ഗ്രാം സ്വർണ്ണമേ ഉള്ളൂ. ഇപ്പോൾ ഇന്ന് സ്ഥാപിച്ച സ്വർണ്ണപ്പാളിയിൽ അത്രയേ ഉള്ളൂ. അതായത് ഒരു 51 പവൻ സ്വർണം കാണും ഇപ്പോൾ ഇന്ന് സ്ഥാപിച്ച സ്വർണ്ണപ്പാളികളിൽ. അതായത് അവസാനത്തെ ഒരു കണ്ടെത്തൽ 2 കിലോ. 2 കിലോയിൽ നിന്ന് ഇപ്പോൾ അതായത് 250 പവനിൽ നിന്നാണ് ഈ 50 പവനായിട്ട് കുറഞ്ഞിരിക്കുന്നത് ആ സ്വർണ്ണപ്പാളികളുടെ. അതൊരു ചെറിയ കണക്ക് മാത്രമാണ്, അതിനേക്കാൾ വലുതായിരിക്കും എന്നാണ് അല്ലേ. 5 കിലോ വരെ ഉണ്ടായിരുന്നു അവിടെ 1991 ഇതേ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികളിലുള്ള സ്വർണത്തിൻ്റെ അളവ്. അത് തനി തങ്കമായിരുന്നു എന്നൊക്കെ അന്നത്തെ ആളുകൾ പറയുന്നുണ്ട്. ഇതിനൊന്നും കൃത്യമായ രേഖകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡില്ല. പിന്നെ എൻ്റെ ഒരു സംശയം ശ്രീ അനിൽ വിളയിൽ, ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്നത്തെ 2019 ഭരണസമിതി ഈ കേസിൽ പ്രതിയല്ലല്ലോ, അത് ഇതുവരെ പ്രതിയാക്കിയിട്ടില്ല. അത് ആ കട്ടിളയുടെ കാര്യത്തിൽ മാത്രമല്ലേ പ്രതിയായിട്ടുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത കേസിൽ വന്നിട്ടില്ല. അപ്പോൾ അവർ ഇതുവരെ ഈ പ്രതിപട്ടികയിലേക്ക് വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ, അല്ലേ അനിൽ? അതെ അതെ, തീർച്ചയായിട്ടും. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ്, ഇന്നലെ അദ്ദേഹത്തിനെ രഹസ്യ കേന്ദ്രത്തിലൊക്കെ താമസിപ്പിച്ചു എന്നുള്ളത് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് റാന്നിയിലെ കോടതിയിലും ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിലേക്ക് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ലല്ലോ ഇതിനകത്തെ കുറ്റക്കാരൻ, ഇനിയും വലിയ വലിയ കൃഷ്ണന്മാരെയൊക്കെ പിടിക്കാനുണ്ട്. അവരിലേക്ക് ഈ അന്വേഷണം ചെന്നെത്തുമ്പോൾ മാത്രമാണ് യഥാർത്ഥ പ്രതികൾ ആരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീ മഞ്ജുഷ്, നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം ശബരിമലയിലെ സ്വർണം മോഷണം പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി അല്ല നമ്മുടെ ചർച്ചാ വിഷയം. മോഷണം പോയിട്ടുണ്ട്, അതിന് വേറെ ചർച്ചയുടെ ആവശ്യമില്ല. മോഷണം പോയിട്ടുണ്ട്. അതെ, ലോകത്തുള്ള ഈ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള എല്ലാവരും ശ്രീ റെജി ലൂക്കോസ് ഉൾപ്പെടെ സമ്മതിച്ചു കഴിഞ്ഞ വസ്തുതയാണ് സ്വർണം മുച്ചൂടും മോഷണം പോയി എന്നുള്ളത്. ഇനി നമുക്കിതിന്റെ ട്രയൽ അല്ലെങ്കിൽ ഇതിന്റെ അന്വേഷണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തയാണ് വേണ്ടത്. നമ്മൾ നോക്കൂ ശ്രീ മഞ്ജുഷ്, ഒരു ക്രിമിനൽ കേസിൽ ഉണ്ടാകുന്ന 4-5 ഘട്ടങ്ങളുണ്ട്. ഒരാള് ഒരു ക്രിമിനൽ കേസിൽ, പ്രത്യേകിച്ച് മോഷണം പോലെയുള്ള ഇതിനകത്തൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ് നടന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാള് രാത്രിയുടെ മറവിൽ പോയി സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ടുപോയി എന്നുള്ളൊരു കേസല്ല ഇത്. ഇതൊരു ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഒരു ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ക്രിമിനൽ നടപടി നിയമം അനുസരിച്ചാണെങ്കിലും എവിഡൻസ് ആക്ട്, ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ചാണെങ്കിലും കുറെ ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തേത് ഇന്റൻഷൻ ആണ്. രണ്ടാമത്തേത് കോൺസ്പിറസി ആണ്. മൂന്നാമത്തേത് പ്രിപ്പറേഷൻ ആണ്. നാലാമത്തെ എക്സിക്യൂഷൻ ആണ്. അഞ്ചാമത്തെ സബ്സീക്വന്റ് കോണ്ടക്ട് ആണ്. ഈ 5 കാര്യങ്ങൾ പ്രൂവ് ചെയ്യപ്പെട്ടാൽ മാത്രമാണ് ഒരു ക്രിമിനൽ കേസിലെ പ്രതിയെ ശിക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ എന്താണ്? ഇന്റൻഷൻ. ഇപ്രകാരം ഒരു മോഷണം നടത്തണമെന്നുള്ള ഉദ്ദേശം അല്ലെങ്കിൽ ആഗ്രഹം ഇന്നത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടല്ലോ. ഇപ്രകാരമുള്ള മോഷണം നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കരുതലോടും കൂടി പ്രതി പ്രവർത്തിച്ചു. ഇന്റൻഷൻ ആർക്കാണ് ആദ്യം ഉണ്ടായത്? അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണോ? അത് പത്മകുമാറിനാണോ? അത് വാസുവിനാണോ? തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യത്തെ ഘട്ടത്തിൽ തെളിയിക്കപ്പെട്ടത്. ഇന്റൻഷൻ തെളിയിക്കപ്പെടണം. രണ്ടാമത്തേത്, അപ്രകാരം ഇന്റൻഷൻ ഉണ്ടായ കക്ഷി ആരൊക്കെയുമായി ചേർന്നാണ് ഇതിന്റെ ഗൂഢാലോചന കോൺസ്പിറസി നടത്തിയത്, അതിനകത്ത് ആരൊക്കെ ചേർന്നു, ചെന്നൈയിലുള്ള വ്യക്തികളുണ്ടോ, ബാംഗ്ലൂരിലുള്ള വ്യക്തികളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുടെ കോൺസ്പിറസി അവരെയൊക്കെ പ്രതിയാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതിനകത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതർ എന്ന് പറയുന്നുണ്ട് കേട്ടോ, അവരുടെ അനുമതിയോടെ എന്ന് പറയുന്നുണ്ട്. അധികൃതർ എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥരല്ലല്ലോ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഭരണസമിതിയാണ്. അല്ല, ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി അറിയാതെ ഇതൊന്നും നടക്കുകയില്ല എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ സാങ്കേതികമായിട്ടൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാമായിരിക്കും. ഇപ്പോൾ തിരുവിതാംകൂർ ഈ ശബരിമലയിൽ നടക്കുന്ന വികസനങ്ങളുടെ എല്ലാം അതിൻ്റെയൊക്കെ ക്രെഡിറ്റൊക്കെ ഇവർ തന്നെയാണല്ലോ അടിച്ചെടുക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മിടുക്ക് കൊണ്ടാണ് സംഭവിച്ചത്, അത് സർക്കാരിൻ്റെ മിടുക്കാണ്. ഇതൊക്കെ അയ്യപ്പ സംഗമത്തിൽ പറഞ്ഞാണ്. പക്ഷേ കൊള്ള വരുമ്പോൾ ഞങ്ങൾക്കിതിൽ പങ്കാളിയല്ല എന്ന് പറഞ്ഞ് അവർക്ക് എങ്ങനെ മാറി നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെയുള്ള കാര്യം, ഈ വർഷവും ഇത് കൊണ്ടുപോയല്ലോ സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്ന്. ആ സമയത്ത് എന്താണ് പറഞ്ഞിരുന്നത്? പ്രശാന്തൊക്കെ വലിയവായിൽ പറയുന്നുണ്ടായിരുന്നു, എല്ലാം സുതാര്യമായിരുന്നു, അങ്ങനെയാണ് കൊണ്ടുപോയത് എന്ന്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കേസെടുക്കുമ്പോൾ അതിലെ ഒന്നാമത്തെ വകുപ്പ് തന്നെ ഈ പ്രിമൈസിൽ നിന്ന്, ശബരിമലയിൽ നിന്ന് ഇത് മറ്റു സ്ഥലത്തെ കടത്തി എന്നുള്ളതാണ്. അപ്പോൾ കടത്താൻ കൂട്ടുനിന്നത് ആരാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഭരണസമിതിയുടെ അറിവോടുകൂടിയാണ്. കാരണം പ്രശാന്തൊക്കെ പറഞ്ഞല്ലോ, ശരിയാണ്, സുതാര്യമായി ഞങ്ങൾ കൊണ്ടുപോയി എന്നാണ് ചെന്നൈയിലേക്ക്. അത് പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടതല്ല, ഞങ്ങൾ കൊടുക്കുകയായിരുന്നുവെന്ന്. അങ്ങനെ കൊണ്ടുപോകാനേ പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ ക്രൈം. അപ്പോൾ ഇവരെല്ലാം അത് ഇൻവോൾവ് ആകേണ്ടതാണ്, അവരുടെ പങ്കാളിത്തം അവിടെ അന്വേഷിക്കേണ്ടതാണ്. ശ്രീ എം കെ ഹരിദാസ്.